കലാസ്നേഹികളെ, നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഈ കാസറ്റിൽ ഞാൻ അവതരിപ്പിക്കുന്ന കഥ മാവേലി കണ്ട കേരളം. ചിങ്ങമാസം പിറന്നു. ആപാലകൃത ജനങ്ങളും ആഹ്ലാദചിത്തരായി അതിലെയും ഇതിലെയും ഓടി നടക്കുന്നു. വൃക്ഷലതാദികൾ പൂത്ത് തളർത്തു. വണ്ടുകൾ പരാഗണത്തിനായി പാഞ്ഞു നടക്കുന്നു. പുഷ്പങ്ങളുടെ സുഗന്ധവുമായി കാറ്റ് നാട്ടിലാകെ ചുറ്റിപ്പറ്റി നടക്കുന്നു. കേരളത്തിന്റെ ദേശീയോത്സവമായ ഓണം തൊട്ടടുത്തെത്തിയല്ലോ എന്ന് ഓർത്തപ്പോൾ പാമരനും പണക്കാരനും ഒരുപോലെ വ്യവരാതിയായി. അത്തന്നാളായപ്പോൾ അവർ വെപ്രാളം വർദ്ധിച്ചു. അത്തത്തിനാൾ ഒത്തുകൂടിയ നാട്ടുകാർ എല്ലാ ദുഃഖങ്ങളും മറന്ന് പൊട്ടിച്ചിരിച്ച് മനസ്സിൽ സന്തോഷം നിറഞ്ഞു തുളുമ്പുമ്പോഴെല്ലാം അവർക്കെല്ലാം ഒരു സംശയം ബാക്കിയുണ്ടായിരുന്നു. എല്ലാവരും പരസ്പരം പറഞ്ഞു, एक दो तीन चार पाँच छः सात आठ नौ दस वन्नाल ओणम तन्ने एक दो तीन चार पाँच छः सात आठ नौ दस वन्नाल ओणम तन्ने ओणम वन्नाल मन्नन वरुम പൂക്കളം കാണുമ്പോഴേ സന്തോഷിക്കും. ഓണം വന്നാൽ മന്നൻ വരും, പൂക്കളം കാണുമ്പോഴേ സന്തോഷിക്കും. एक दो तीन चार पाँच छः सात आठ नौ दस वन्नाल ओणम तन्ने. अरे एक दो तीन चार पाँच छः सात आठ नौ दस वन्नाल ओणम तन्ने. മാവേലി എത്തുമ്പോൾ പുണ്യം കിട്ടും, നൂറ്റൊന്നു കറി കൂട്ടി സദ്യമുണ്ണും. കേരളക്ക ജനമെല്ലാം ആഹ്ലാദത്തിൽ മാവേലി മന്നന്റെ വരവും കാത്ത് ലഡ്കായും ലഡ്കിയും തുള്ളിച്ചാടി. അത്തമ്പത്ത് തിരുവോണമാ കൂട്ടരെ മന്നണ്ടേറ്റു മറന്നിടുമോ? മന്നണ്ടേറ്റു മറക്കില്ല നീ നിശ്ചയം, അങ്ങേർക്കന്ന് ഫുള്ളി വല്ലേ. एक दो तीन चार पाँच छः सात आठ नौ दस वन्नाल ओणम तन्ने. अरे एक दो तीन चार पाँच छः सात आठ नौ दस वन्नाल ओणम तन्ने. കർക്കിടകത്തിൽ പെയ്തു തീരാത്ത മഴ കലിയിളകി പെയ്യുന്നു. കാലവർഷം കാരണം കായലുകളും കാട്ടരുവികളും കരകവിഞ്ഞൊഴുകി. കരുവീട്ടി മരങ്ങളും കാട്ടുവൃക്ഷങ്ങളും കാറ്റത്ത് കടപുഴകി വീണു. കാട്ടുചെടികളും കണിക്കൊന്നകളും കഷ്ടിച്ചു പൂത്തു. കാശാവ് മരക്കൊമ്പിലിരുന്ന് കാക്ക കരഞ്ഞു. കാലത്ത് കായലിൽ കക്കാവാരാൻ പോയ കരിമാടിക്കുട്ടന്മാർ കാറ്റും കോളും കണ്ട് തിരിച്ചു പോന്നു. കരിവണ്ട് കാട്ടു ചെമ്പകത്തിനോട് കുശലം ചോദിച്ചു. കഞ്ഞുകുടി കഴിഞ്ഞ് കളരിയിൽ പോയ കുട്ടികൾ കാട് കുടിച്ചുകൊണ്ട് വന്ന കന്നുകാലികളെ കല്ലെറിഞ്ഞു. അവയൊക്കെ കെട്ടിയ കയറും പൊട്ടിച്ച് കൂത്താടി ഓടി. കാലത്ത് തന്നെ നാട്ടിൽ കാലുകുത്തിയ മാവേലി ഈ കാഴ്ചകളൊക്കെ കണ്ട് കണ്ണും തള്ളി നിന്നു. കാണുന്നതൊക്കെ സത്യമാണോ എന്ന് കണ്ണു തിരുമ്മി നോക്കി. കണക്ക് കൂട്ടലുകൾ കാറ്റിൽ പറന്നെങ്കിലും അതൊന്നും കാര്യമാക്കാതെ ആദ്യം കണ്ട വീട്ടിലേക്ക് മാവേലി കയറി. ആ വീട്ടിൽ ഒരു പുത്രൻ തൻ്റെ പിതാവിനോട് പറയുന്ന വാക്കുകൾ അദ്ദേഹം കേട്ടു. പൂവിന് ക്ഷാമമല്ലേ, പിന്നെ എങ്ങനെ പൂ പറിക്കും? പൂക്കളം തീർത്തില്ലെങ്കിൽ മറ്റു വീട്ടുകാർ കുറ്റം കാണും. ഇനി ഞാൻ എവിടെ നിന്നും ഒരു പൂ പറിച്ചെടുക്കും? പലരും കളമിടുവാൻ വില കൊടുത്തും പൂക്കൾ വാങ്ങി. പൂവിന് ക്ഷാമമല്ലേ, പിന്നെ എങ്ങനെ പൂ പറിക്കും? പൂക്കളം തീർത്തില്ലെങ്കിൽ
മറ്റു വീട്ടുകാർ കുറ്റം കാണും. ഇനി ഞാൻ എവിടെ നിന്നും ഒരു പൂ പറിച്ചെടുക്കും. പലരും കളമിടുവാൻ വില കൊടുത്തും പൂക്കൾ വാങ്ങി. തിരുവോണനാളിലേക്കൊരു നല്ല പൂക്കളം തിരുമുറ്റത്തുടനെ വേണം. അയലത്തുകാരെക്കാൾ വരിക്കൂട്ട ചേർക്കണം. ഒന്ന് രാവിലെ നോക്കുന്നേരം ഒരു പൂക്കളം ഒരുക്കാൻ ഒടുവിൽ വഴി തെളിഞ്ഞു. കടലാസ് ഫ്ലവർ എടുത്ത് അതുകൊണ്ടുടനൊരുക്കാം. പൂക്കളില്ലാതെ ഞാൻ പ്ലാസ്റ്റിക് പൂവിനാൽ പൂക്കളം തീർത്തിടും. മുറ്റത്തത് കണ്ടു നാട്ടുകാരൊന്നിച്ചു ഉച്ചത്തിൽ ചൊല്ലിടും. ഉഗ്രൻ ഉഗ്രൻ പൂവിന് ക്ഷാമമല്ലേ, പിന്നെ എങ്ങനെ പൂ പറിക്കും? പൂക്കളം തീർത്തില്ലെങ്കിൽ മറ്റു വീട്ടുകാർ കുറ്റം കാണും. ഇനി ഞാൻ എവിടെ നിന്നും ഒരു പൂ പറിച്ചെടുക്കും. പലരും കളമിടുവാൻ വില കൊടുത്തും പൂക്കൾ വാങ്ങി. ഓർക്കാപ്പുറത്ത് ഓണം ഓടിയെത്തിയപ്പോൾ നാണുവിനും ഭാര്യ നാണിയമ്മയ്ക്കും വേവലാതിയായി. കാരണം കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന പഴഞ്ചൊല്ല് അവരോർത്തു. തുണിമില്ലിൽ പണിയുള്ള നാണു ഓണത്തിന് കിട്ടിയ ബോണസുമായി ഭരണങ്ങാനത്തു നിന്നും ഓണം കൂടാൻ വീട്ടിലെത്തി. മാണിയുടെ മകൻ ജോണിയുടെ കൂടെ എണ്ണ വാങ്ങാൻ മാവേലി സ്റ്റോറിൽ പോയി. ക്ഷീണിതനായ നാണു തിണ്ണയിലിരുന്നു. ജോണിക്ക് ഉഷ്ണം തോന്നി. തിണ്ണ നിറയെ പെണ്ണുങ്ങളായിരുന്നു. പുറത്തെ ക്യൂവിൽ ആണുങ്ങളും. എണ്ണ വാങ്ങുന്ന വണ്ണമുള്ള ഒരു പെണ്ണ് ജോണിയെ നോക്കി കണ്ണെറിയുന്നത് നാണു കണ്ടു. തൊട്ട അയൽപക്കത്തെ അമ്മിണിയും പെണ്ണമ്മയും നാരായണിയും ജോണി നോക്കിയപ്പോൾ നാണിച്ചു നിന്നു. കുണുങ്ങി വന്ന ഗുണപതി എന്ന പെണ്ണ് അരി മണത്ത് നോക്കി. അരി വാങ്ങിയ സുഗണൻ ഒരു കൂട്ടുകാരനോട് ക്യൂ ചൂണ്ടിക്കാട്ടി ഈണത്തിൽ പറയുന്നത് കേട്ടു. മാവേലി സ്റ്റോറിലെ ക്യൂവാ, ഒരു യൂണിറ്റ് അരി വാങ്ങാൻ മിനിഞ്ഞാന്ന് പുറപ്പെട്ടു. ഓണമുണ്ണാൻ ലോൺ എടുത്ത് റേഷൻ വാങ്ങാൻ ക്യൂവിൽ നിന്നു. സ്പെഷ്യലാ ദേ സ്പെഷ്യലാ. അളിയ എൻ്റളിയ പൊന്നളിയ ഇത് ചതിയ, ഞാൻ 3 ദിനം പൊരിവെയിലിൽ ക്യൂ നിന്നതാ. വാങ്ങി അരി വാങ്ങി റേഷൻ സ്പെഷ്യൽ വാങ്ങി, ഈ ചാക്കരിയിൽ ഇത് കണ്ടോ മുഴുവൻ കല്ല. അളിയ എൻ്റളിയ പൊന്നളിയ ഇത് ചതിയ, ഞാൻ 3 ദിനം പൊരിവെയിലിൽ ക്യൂ നിന്നതാ. വാങ്ങി അരി വാങ്ങി റേഷൻ സ്പെഷ്യൽ വാങ്ങി, ഈ ചാക്കരിയിൽ ഇത് കണ്ടോ മുഴുവൻ കല്ല. അരി കണ്ടോ മൊത്തം പൊടിയല്ലേ, അരി നോക്ക് നല്ല സ്മെല്ലല്ലേ. അരി കണ്ടോ മൊത്തം പൊടിയല്ലേ, അരി നോക്ക് നല്ല സ്മെല്ലല്ലേ. അളിയ എൻ്റളിയ പൊന്നളിയ ഇത് ചതിയ, ഞാൻ 3 ദിനം പൊരിവെയിലിൽ ക്യൂ നിന്നതാ. വാങ്ങി അരി വാങ്ങി റേഷൻ സ്പെഷ്യൽ വാങ്ങി, ഈ ചാക്കരിയിൽ ഇത് കണ്ടോ മുഴുവൻ കല്ല. അരി കണ്ടോ മൊത്തം പൊടിയല്ലേ, അരി നോക്ക് നല്ല സ്മെല്ലല്ലേ. അരി കണ്ടോ മൊത്തം പൊടിയല്ലേ, അരി നോക്ക് നല്ല സ്മെല്ലല്ലേ. എന്റെ അമ്മോ. ഇതെല്ലാം കണ്ടും കേട്ടുന്ന മാവേലി രോഷാകുലനായി ആ കടക്കാരനോട് ചോദിച്ചു, ഇങ്ങനെയുള്ള അരിയാണോ താൻ ഇവർക്ക് കൊടുക്കുന്നത്? ഞങ്ങൾ എന്ത് ചെയ്യാനാ, ഇത് കേന്ദ്രത്തിൽ തരുന്നതാ. സ്ഥലകാലബോധം നഷ്ടപ്പെട്ട മാവേലി സ്വന്തം നിലമറന്ന് പലരെയും പലവട്ടം നോക്കി. കാലം വരുത്തിയ കോലം പലരുടെയും മുഖത്ത് നേരിളിച്ചിരുന്നു. 4 കൂടിയ കവലയിലെ ആലിൻ്റെ ചുവട്ടിൽ ഓലക്കുട ചാരി വെച്ചിട്ട് വെയിലേക്കാത്ത സ്ഥലത്ത് വെറും നിലത്ത് മാവേലി കാലും നീട്ടിയിരുന്നു. തലപ്പാവ് ലെവലിൽ വെച്ചു. കല്ലും നെല്ലും പുല്ലുമുള്ള അരി കണ്ടപ്പോൾ മാവേലി തകർന്നു. ഈ സമയം ഒരത്ഭുത ജീവിയെ കാണുന്നത് പോലെ ആളുകൾ മാവേലിക്ക് ചുറ്റും കൂടി. തല തിരിഞ്ഞ ചിലർ തലപ്പാവിൽ തൊട്ട് നോക്കി, ചിലർ ചേരയിൽ പിടിച്ചു വലിച്ചു. ഓലക്കുട എടുത്ത് നോക്കി. വെയിലേറ്റ് വലിഞ്ഞ മാവേലി വലിവുള്ളവരെ പോലെ വലിക്കാൻ തുടങ്ങി.
ആ ഇരിപ്പിൽ മറ്റൊരു ബോർഡിലേക്ക് നോക്കിയ മാവേലി തൻ്റെ സ്വന്തം തലയിൽ പലവട്ടം തപ്പി നോക്കി. 10 മണി കഴിഞ്ഞ നേരം ജനങ്ങളെൻ്റെ ചുറ്റും വന്നു നീരന്ന നേരം. മാവേലി സ്റ്റോറിന്റെ ഓപ്പോസിറ്റ് നോക്കിയപ്പോൾ വാമനന്റെ പേരിലുള്ള ഒരു സ്റ്റോർ കണ്ടു. 10 മണി കഴിഞ്ഞ നേരം ജനങ്ങളെന്റെ ചുറ്റും വന്നു നീരന്ന നേരം. ചങ്കിടിച്ചല്ലോ ചെറിയവനായി പണ്ട് ചങ്കത്തടിച്ചവനെ, ചങ്കിടിച്ചല്ലോ ചെറിയവനായി പണ്ട് ചങ്കത്തടിച്ചവനെ. വീണ്ടും ഭൂമിയിൽ 3 അടി നൽകാൻ എന്നെ കിട്ടില്ല, വേഗം പോയിടാം. എന്നെ കണ്ട് പിന്നെ വന്ന് പണ്ടത്തെ പോൽ മണ്ണിൽ തട്ടും. 10 മണി കഴിഞ്ഞ നേരം ജനങ്ങളെൻ്റെ ചുറ്റും വന്നു നീരന്ന നേരം. മാവേലി സ്റ്റോറിന്റെ ഓപ്പോസിറ്റ് നോക്കിയപ്പോൾ വാമനന്റെ പേരിലുള്ള ഒരു സ്റ്റോർ കണ്ടു. 10 മണി കഴിഞ്ഞ നേരം ജനങ്ങളെന്റെ ചുറ്റും വന്നു നിരന്ന നേരം. വട്ടം കൂടി നിന്ന നാട്ടുകാർ മാവേലിയെ വട്ടുപോലെ തട്ടി. പെട്ടെന്ന് തന്നെ എല്ലാവരെയും തട്ടിമാറ്റി കഷ്ടപ്പെട്ട് അദ്ദേഹം പുറത്തു കടന്നു. പട്ടണത്തിൽ നിന്നും ഒട്ടും വൈകാതെ രക്ഷപ്പെട്ടില്ലെങ്കിൽ നാട്ടുകാർ തൻ്റെ നട്ടില് പൊട്ടിക്കും എന്ന് അദ്ദേഹം ഭയന്നു. ഫുട്പാത്തിൽ തട്ടുകടയും പെട്ടിക്കടയും നടത്തുന്ന ഒരാൾ അദ്ദേഹത്തെ കണ്ട് പൊട്ടിച്ചിരിച്ചു. തൊട്ടടുത്തിരുന്ന കുട്ട നിന്ന സ്ത്രീ കഷ്ടം പറഞ്ഞു. എട്ടും പൊട്ടും തിരിയാത്ത ഒരു കൊച്ചുകുട്ടി പേടിച്ച് പൊട്ടിക്കരഞ്ഞു. പാലക്കാട്ടേക്ക് ഓടുന്ന കുട്ടായി എന്ന ബസ് ഗട്ടറിൽ വീണപ്പോൾ ടയർ പൊട്ടി. ആ ശബ്ദം കേട്ട് മാവേലി ഞെട്ടി. മുട്ടൻ കെട്ടിടങ്ങൾ ഇഷ്ടം പോലെ പട്ടണത്തിൽ കണ്ടു. നേട്ടവും കോട്ടവും സ്പഷ്ടമായി മുൻകൂട്ടി അറിഞ്ഞിരുന്നുവെങ്കിൽ തനിക്കൊരു നഷ്ടവും വരില്ലായിരുന്നുവെന്ന് അദ്ദേഹം ഓർത്തു. കുടിവെള്ളമെടുക്കാൻ കുഴൽക്കിണറിന് സമീപം കുടവുമായി വന്ന 2 തരുണീമണികൾ പറയുന്ന വാക്കുകൾ അദ്ദേഹം ശ്രദ്ധിച്ചു. മാവേലി വാരികയിലുള്ളൊരു നോവല് വായിച്ചോടി, നീ നോവല് വായിച്ചോടി, നീ നോവല് വായിച്ചോടി. വെളിയിലെ നായിക മാലതി കുട്ടിക്ക് ജോലി ലഭിക്കുമോടി, പോലീസ് ജോലി ലഭിക്കുമോടി. മാവേലി വാരികയിലുള്ളൊരു നോവല് വായിച്ചോടി, നീ നോവല് വായിച്ചോടി. കുട്ടനാട്ടെ കുട്ടപ്പായി കെട്ടിയോളിൽ ഡൗട്ട് തോന്നി, കുട്ടനാട്ടെ കുട്ടപ്പായി കെട്ടിയോളിൽ ഡൗട്ട് തോന്നി. ചേട്ടനോട് കൂട്ടുചേർന്ന് പട്ടപ്പകൽ വീട്ടിൽ വെച്ച് പെട്രോളിനെ ചുട്ടു കൊന്ന ഫീച്ചറുണ്ട് ഫസ്റ്റ് പേജിൽ. പെട്രോളിനെ ചുട്ടു കൊന്ന ഫീച്ചറുണ്ട് ഫസ്റ്റ് പേജിൽ. നോവലുകളേറെയുണ്ട് വായിക്കാനോ നല്ല രസം. മാവേലി വായിച്ചില്ലാൽ മനപ്രയാസം കൂടുമടി. ചേട്ടൻ വാങ്ങിത്തരും അയലത്തെ ജോയിയും വാങ്ങിത്തരും, ചേട്ടൻ വാങ്ങിത്തരും അയലത്തെ ജോയിയും വാങ്ങിത്തരും. മാവേലി വാരികയിലുള്ളൊരു നോവല് വായിച്ചോടി, നീ നോവല് വായിച്ചോടി. വേലിയിലെ നായിക മാലതി കുട്ടിക്ക് ജോലി ലഭിക്കുമോടി, പോലീസ് ജോലി ലഭിക്കുമോടി. മാവേലി വാരികയിലുള്ളൊരു നോവല് വായിച്ചോടി, നീ നോവല് വായിച്ചോടി. മുക്കിനും ആ വാരികകളും മാസികകളുമാണെന്ന് 3 നാൾ മുൻപ് മുഖം കാണിക്കാൻ പാതാളത്തിൽ വന്ന ഒരു മാന്ത്രിക നോവലിസ്റ്റ് തന്നോട് പറഞ്ഞിരുന്നു. തന്നെ അപമാനിക്കാൻ വേണ്ടി മാവേലി എന്ന മലയാളത്തിലൊരു 3-ാം കട മാസികയ്ക്ക് പേരിട്ടിരിക്കുന്നു.
മനമടുത്ത് അദ്ദേഹം നടന്നു കുഴഞ്ഞപ്പോൾ ഒരു പുഴയുടെ അടുത്തുള്ള മരത്തിൻ്റെ നിഴലിലിരുന്നു. കയ്യിൽ കരുതിയിരുന്ന പഴം കഴിച്ചു. മഴ മൂലം തൻ്റെ ഉദ്യമം പാഴാകുമല്ലോ എന്നും അദ്ദേഹം ഓർത്തു. അഴകുള്ള ഒരു പെണ്ണ് വഞ്ചിയിൽ തുഴഞ്ഞു പോകുന്നത് കണ്ടു. താഴത്തെ കടവിൽ താഴമ്പൂ മണമുള്ള സോപ്പ് തേച്ചൊരു പയ്യൻ കുളിക്കുന്നു. പുഴയിലേക്ക് മിഴി നട്ടിരിക്കുമ്പോൾ കഴുത്തിന് വേദന തോന്നി. കുഴമ്പെടുത്ത് തേച്ചു. ആഴ്ചകളോളം ഈ പുഴയിലെ ഒഴുക്കിൽ കിടന്നാലും കുഴപ്പമില്ലെന്ന് അദ്ദേഹത്തിന് തോന്നി. മഴ മൂലം പുഴയോരത്തെ പൂഴിയായി ഒഴുകിപ്പോയിരിക്കുന്നു. പെട്ടെന്നൊരു ബഹളം. മാവേലി ചിന്തകളിൽ നിന്നുണർന്നു. ഒന്ന് മനസ്സിലാകാതെ അദ്ദേഹം മിഴിച്ചിരുന്നു. ഒരാൾ വടക്കോട്ട് ഓടുന്നത് കണ്ട് എന്താണ് സംഭവിച്ചെന്നറിയാൻ അയാൾ വന്ന വഴിക്ക് മാവേലി നടന്നു. വഴിയിൽ കണ്ട ഒരാളോട് കാര്യം തിരക്കി. ഗോപന്റെ മകള് ഊഞ്ഞാല് പൊട്ടി കാലിൻ്റെല്ലൊരെണ്ണം ഓടിഞ്ഞു, വീണ് കാലിൻ്റെല്ലൊരെണ്ണം ഓടിഞ്ഞു. അമ്പലമുക്കിന്നൊരോട്ടോ വിളിക്കാൻ അന്തപ്പനുടനടി കുതിച്ചു. അമ്പലമുക്കിന്നൊരോട്ടോ വിളിക്കാൻ അന്തപ്പനുടനടി കുതിച്ചു. ഗോപന്റെ മകള് ഊഞ്ഞാല് പൊട്ടി കാലിൻ്റെല്ലൊരെണ്ണം ഓടിഞ്ഞു, വീണ് കാലിൻ്റെല്ലൊരെണ്ണം ഓടിഞ്ഞു. വെളുത്തപ്പം മുതലേ പെമ്പിള്ളേരെല്ലാം ഊഞ്ഞാലിലാടിടുന്നു, വലിയ ഊഞ്ഞാലിലാടിടുന്നു. വെളുത്തപ്പോൾ മുതലേ പെൺപിള്ളേരെല്ലാം ഊഞ്ഞാലിലാടിടുന്നു, വലിയ ഊഞ്ഞാലിലാടിടുന്നു. കുതിച്ചങ്ങോട്ടുയരുമ്പോൾ അറിയാതെ പിരിവിട്ടിട്ടവൾ മാത്രം കല്ലിൽ വീണു. പെട്ടെന്നത് കണ്ടിട്ടൊരു പയ്യൻ ചിരിച്ചു. ഗോപന്റെ മകള് ഊഞ്ഞാല് പൊട്ടി കാലിൻ്റെല്ലൊരെണ്ണം ഓടിഞ്ഞു, വീണ് കാലിൻ്റെല്ലൊരെണ്ണം ഓടിഞ്ഞു. അമ്പലമുക്കിന്നൊരോട്ടോ വിളിക്കാൻ അന്തപ്പനുടനടി കുതിച്ചു. അമ്പലമുക്കിന്നൊരോട്ടോ വിളിക്കാൻ അന്തപ്പനുടനടി കുതിച്ചു. ഗോപന്റെ മകള് ഊഞ്ഞാല് പൊട്ടി കാലിൻ്റെല്ലൊരെണ്ണം ഓടിഞ്ഞു, വീണു കാലിൻ്റെല്ലൊരെണ്ണം ഓടിഞ്ഞു. ആ സംഭവത്തിൽ മാവേലിക്ക് പശ്ചാത്താപം തോന്നി. ഒച്ച വെച്ച് കരയുന്ന ആ കൊച്ചിൻ്റെ അച്ചായനെയും അമ്മച്ചിയെയും അയലത്തെ ആലുച്ചനും അച്ചാമ്മയും ഓടിച്ചെന്ന് സമാധാനിപ്പിച്ചു. മെച്ചമായി തേച്ച പച്ച ഷർട്ടിട്ട് വന്ന ബേബിച്ചൻ ആ സംഭവത്തെ പുച്ഛിച്ചു. അച്ചാമ്മയുടെ ചെമ്പിച്ച തലമുടിയിൽ തേച്ച ഹെയർ ഡൈ ആലുച്ചൻ്റെ ഷർട്ടിൽ പറ്റിപ്പിടിച്ചു. ഓട്ടോ വന്നെന്നാരോ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. രക്തത്തിൽ കുളിച്ച് ആ പെൺകുട്ടിയെ ഓട്ടോയിൽ കയറ്റി ആശുപത്രി ലക്ഷ്യമാക്കി നീങ്ങി. ആ പാവം പെൺകുട്ടിക്ക് അപകടം പിണഞ്ഞതിൽ മാവേലിക്ക് അതിയായ ദുഃഖമുണ്ടായിരുന്നു. ആ വീടിൻ്റെ പടിയിൽ താടിച്ച് കൈയും കൊടുത്ത് മാവേലി ഇരുന്ന് മടുത്തപ്പോൾ നടന്നു. തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ നിന്നും കടിക്കാനായി ചാടി വന്ന ഒരു പട്ടിയെ കണ്ടുകൊണ്ട് കാടും തോടും ചാടി സ്പീഡിൽ മാവേലി ഓടി. തടിയുള്ളൊരു പയ്യൻ വടിയെടുത്ത് പട്ടിയെ ഓടിച്ചു. കുടിച്ചു കൂത്താടി വന്ന ഒരാൾ സ്ഫുടമല്ലാത്ത വാക്കുകളാൽ പയ്യൻ്റെ നേരെ ജാട കാട്ടി. ഓടാ എന്ന് പറഞ്ഞപ്പോൾ ചാടി ഇടിക്കാൻ വന്നു. മാവേലി തടസ്സം പിടിച്ചു. ഭാഗ്യത്തിന് തടി ഏടായില്ല. അടുത്ത വീട്ടിൽ നിന്നും ഒരു ബഹളം കേട്ട മാവേലി ഞെട്ടി. വീടിൻ്റെ മുറ്റത്ത് തുടലിൽ കിടന്ന് പിടയ്ക്കുന്ന ബാലികയുടെ നിലവിളി കേട്ട് മാവേലി ഓടിച്ചെന്നു. അടുത്ത് നിന്ന് ഒരാൾ അദ്ദേഹത്തെ തടഞ്ഞു. തുമ്പി കളിച്ചു നിന്ന താഴത്തെ പൊന്നം വിളി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. മെന്റല മെന്റല വീണ്ടും തുടങ്ങി. കണ്ടവർ തമ്മിൽ പറഞ്ഞു, കണ്ടവർ തമ്മിൽ പറഞ്ഞു. തുമ്പി കളിച്ചു നിന്ന താഴത്തെ പൊന്നമ്പിളി
പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അത്തറിൻ സെയിലുമായി ആ വഴി വന്നിരുന്ന അബ്ദുള്ള വലിച്ചു വിട്ടു. അത്തറിൻ സെയിലുമായി ആ വഴി വന്നിരുന്ന അബ്ദുള്ള വലിച്ചു വിട്ടു. വെറ്റില ഇടിക്കുന്ന കല്ലുമായി വല്യമ്മച്ചി മുറ്റത്തു ചാടി വന്നല്ലോ. ഞെട്ടലാൽ നോക്കി നിന്നല്ലോ. തുമ്പി കളിച്ചു നിന്ന താഴത്ത് പൊന്നമ്പിളി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. നീളമുള്ള തുടലിൽ പുളിമരത്തിൽ തളച്ചിട്ട ആ പെണ്ണിന്റെ തലയിൽ വൈദ്യനായ ഒരു കിളവൻ തളം വെച്ചു. തുള്ളിക്കൊണ്ടിരുന്ന ആ പെണ്ണ് അയാളെ അള്ളിപ്പറിച്ചു. എന്നിട്ടും മാറാതായപ്പോൾ തള്ളി ചെളിയിൽ മറിച്ചിട്ടു. തൻ്റെ കള്ളി വെളിച്ചത്താകുമോ എന്ന് ഭയന്ന് പുള്ളി ആൾക്കൂട്ടത്തിൽ ഊളിയിട്ടു. മാവേലിയുടെ ഉള്ളു തേങ്ങി. ഉള്ളി വാങ്ങി വന്ന പെണ്ണിൻ്റെ തള്ള തൊള്ള തുറന്ന് നിലവിളിച്ചു. അപ്പൻ പളിയിൽ നേർന്നു. ചുള്ളിക്കമ്പുകൾ കൊണ്ട് അവൾ മറ്റുള്ളവരെ എറിഞ്ഞു. വള്ളത്തിൽ പള്ളത്തിന് പോയിട്ട് വന്ന ആങ്ങള ആ കാഴ്ച കണ്ട് പള്ളക്കടിച്ച് കരഞ്ഞു. വിളിച്ചു വരുത്തിയ വണ്ടിയിൽ കയറ്റുമ്പോഴും ആ പെണ്ണ് തുള്ളിക്കൊണ്ടിരുന്നു. ആളുകൾ പിരിഞ്ഞു. മുറ്റത്ത് മാവേലി തനിച്ചായി. മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നടന്നു. വീടുകളിലിരുന്ന് പലരും സൂക്ഷിച്ചു നോക്കി. അതൊന്നും അദ്ദേഹം മൈൻഡ് ചെയ്തില്ല. മനസ്സാകെ മരവിച്ചിരിക്കുന്നു. മനക്കോട്ടകൾ പലതും തകർന്നു. അപ്പോൾ എതിരെ കരഞ്ഞുകൊണ്ടുവന്ന ഒരാളെ കണ്ട് മാവേലിക്ക് സങ്കടം തോന്നി. എന്ത് സംഭവിച്ചു? ടേസ്റ്റുള്ള പായസം വീട്ടിൽ വെച്ചു. 7-8 ഗ്ലാസു ഞാൻ എടുത്തടിച്ചു. ടേസ്റ്റുള്ള പായസം വീട്ടിൽ വെച്ചു. 7-8 ഗ്ലാസു ഞാൻ എടുത്തടിച്ചു. കഷ്ടകാലത്തിന് ആ കുന്തം കാരണം കഴിഞ്ഞ രാത്രിയിൽ വയ്യാതായി. ടേസ്റ്റുള്ള പായസം വീട്ടിൽ വെച്ചു. 7-8 ഗ്ലാസു ഞാൻ എടുത്തടിച്ചു. പഴക്കായി സർവരും ഷുഗറുള്ള ചേട്ടൻ കഴിച്ചല്ലോ, രോഗം കുഴച്ചല്ലോ. പഴക്കായി സർവരും ഷുഗറുള്ള ചേട്ടൻ കഴിച്ചല്ലോ, രോഗം കുഴച്ചല്ലോ. ബ്ലഡിൻ്റെ ഉള്ളിലെ ഷുഗർ നോക്കാൻ ഒരുങ്ങിക്കോ, വേഗം ഒരുങ്ങിക്കോ. ടേസ്റ്റുള്ള പായസം വീട്ടിൽ വെച്ചു. 7-8 ഗ്ലാസു ഞാൻ എടുത്തടിച്ചു. കഷ്ടകാലത്തിന് ആ കുന്തം കാരണം കഴിഞ്ഞ രാത്രിയിൽ വയ്യാതായി. ടേസ്റ്റുള്ള പായസം വീട്ടിൽ വെച്ചു. 7-8 ഗ്ലാസു ഞാൻ എടുത്തടിച്ചു. അയാളുടെ കൂടെ ആശുപത്രി വരെ പോകണമെന്ന് മാവേലിക്ക് അതിയായ ആശ ഉണ്ടായിരുന്നു. എങ്കിലും ദേശക്കാർ തന്നെപ്പറ്റി മോശമായി കരുതുമല്ലോ എന്നോർത്ത് നിരാശയോടെ അത് ഉപേക്ഷിച്ചു. ശേഷിക്കുന്ന സമയം വേസ്റ്റാക്കാതെ നടന്നു. ഒരിക്കൽ പോലും മുടക്കിയിട്ടില്ലാത്ത സന്ദർശനം ഈ പ്രാവശ്യം മുടക്കം കൂടാതെ നടക്കണമെന്ന് അദ്ദേഹം ആശിച്ചു.
ദേഹത്തിന് അതിയായ വേദന തോന്നിയെങ്കിലും അതൊന്നും വകവെച്ചില്ല. വീർത്ത വയറുമായി എതിരെ വന്ന ഒരാൾ ആശുപത്രിയിലേക്കാണെന്നറിഞ്ഞപ്പോൾ ക്ഷീണമുണ്ടായിട്ടും അയാളുടെ കൂടെ മാവേലിയും ആശുപത്രിയിലേക്ക് നടന്നു. ആപത്തെന്നൊരു വാക്ക് ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത താൻ ആപത്തിൻ്റെ ഒത്ത നടുക്കാണല്ലോ വന്ന് പെട്ടതെന്ന് ഖേദത്തോടെ ഓർത്തു. ഗവൺമെൻറ് ആശുപത്രിയിലെത്തിയെന്ന് അവിടുത്തെ ദുർഗന്ധം അടിച്ചപ്പോഴാണ് മനസ്സിലായത്. മരുന്നിൻ്റെയും ഗുളികയുടെയും ഗന്ധമുള്ള ഡോക്ടറുടെ മുറിയിലേക്ക് അയാളോടൊപ്പം മാവേലിയും കടന്നു ചെന്നു. അയാൾ റേഷൻ ചോറ് കഴിച്ചതാ ഇന്നലെ 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 തേടി വന്നു ഡോക്ടറെ ഇന്നു ഞാൻ ഇന്നു ഞാൻ ഇന്നു ഞാൻ. റേഷൻ ചോറ് കഴിച്ചതാ ഇന്നലെ 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 തേടി വന്നു ഡോക്ടറെ ഇന്നു ഞാൻ ഇന്നു ഞാൻ ഇന്നു ഞാൻ. നാലുമണിയായ നേരം നാലുരുളച്ചോറ് തിന്നു. നാലുമണിയായ നേരം നാലുരുളച്ചോറ് തിന്നു. ഞാനാകെ ക്ഷീണിതനായി നാട്ടാരൻ വീട്ടിലെത്തി. വേദനയാൽ രാത്രിയിൽ ഞാൻ കുത്തിയിരുന്നു. ആ നിമിഷം ഈ അസുഖം സ്റ്റാർട്ട് ചെയ്തു. വേദനയാൽ രാത്രിയിൽ ഞാൻ കുത്തിയിരുന്നു. ആ നിമിഷം ഈ അസുഖം സ്റ്റാർട്ട് ചെയ്തു. അയ്യോ റേഷൻ ചോറ് കഴിച്ചതാ ഇന്നലെ 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 തേടി വന്നു ഡോക്ടറെ ഇന്നു ഞാൻ ഇന്നു ഞാൻ ഇന്നു ഞാൻ. മാവേലി മനസ്സിൽ പറഞ്ഞു, റേഷൻ ചോറ് ഒരാഴ്ച തികച്ചു കഴിക്കുന്നവന് ധീരതയ്ക്കുള്ള അവാർഡ് നൽകണം. അദ്ദേഹം അവിടെ നിന്നില്ല. വർഷത്തിലൊരിക്കൽ വിരുന്ന് വരുന്ന തിരുവോണത്തിന് ഒരുങ്ങി നിൽക്കുന്ന മലയാള മക്കളെക്കുറിച്ച് ഓർത്ത് അദ്ദേഹം ആ റൂമിന് പുറത്ത് കിടന്നു. ആശുപത്രിയുടെ ഗേറ്റ് അടയ്ക്കുന്നതിന് മുൻപ് പുറത്ത് കിടക്കുവാനായി വേഗത്തിൽ നടന്നു. ഗേറ്റിനടുത്ത് നിന്ന് രണ്ട് ഡോക്ടർമാർ പറയുകയാണ്, മരുന്നു കൊടുക്കണം രാവിലെ ഉദരവേദന ജാസ്തിയായാൽ ഗുളിക കൊടുക്കണം 2 എണ്ണം. മരുന്നു കൊടുക്കണം രാവിലെ. ഒരു വർഷത്തിൽ ഒരിക്കലുള്ളൊരു ഓണമുണ്ണാൻ വയ്യനായ. ഒരു വർഷത്തിൽ ഒരിക്കലുള്ളൊരു ഓണമുണ്ണാൻ വയ്യെന്നാൽ ഡ്യൂട്ടി തീർത്തിന്നു പുറത്തു ചാടാൻ പഠിച്ച പണി 18 മരുന്നു കൊടുക്കണം രാവിലെ. കഴിഞ്ഞ വർഷം 4 ലീവ് കരുതി കൂട്ടിയെടുത്തു ഞാൻ. കഴിഞ്ഞ വർഷം 4 ലീവ് കരുതി കൂട്ടിയെടുത്തു ഞാൻ. ഈ മുടിഞ്ഞ രോഗികൾക്കുറങ്ങുവാൻ നല്ല സ്ലീപ്പിംഗ് പിൽസ് കൊടുക്കണം. മരുന്നു കൊടുക്കണം രാവിലെ ഉദരവേദന ജാസ്തിയായാൽ ഗുളിക കൊടുക്കണം 2 എണ്ണം. മരുന്നു കൊടുക്കണം രാവിലെ.
ആതുര സേവനം ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയ ആ ഡോക്ടർമാരുടെ ആത്മനൊമ്പരം അദ്ദേഹത്തിന് മനസ്സിലായി. അവരുടെ ആവലാതികൾക്ക് അർത്ഥമുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി. പല സ്വഭാവമുള്ള, പല രോഗങ്ങളുള്ള എത്ര പേരോടാണ് നിത്യവും ഇവർ ഇടപഴകുന്നത്. ദേശീയ ഉത്സവമായ ഓണത്തിന് പോലും വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്ന ഇവരുടെ ക്ഷമയെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. അദ്ദേഹം ചിന്തിച്ചു. ഓണത്തിൻ്റെ ആർപ്പുവിളികളും കുരവയും ആ നാട്ടിലെങ്ങും നിറഞ്ഞു നിന്നു. ജനങ്ങൾ ഉത്സാഹഭരിതരായി രാവും പകലും വിനോദങ്ങളുടെ സമയം ചെലവഴിച്ചു. പാമരനും പണക്കാരനും പ്രായഭേദമന്യേ വർഗഭേദമന്യേ ഇതിൽ പങ്കുകൊണ്ട്. കുട്ടികളിൽ ചിലർ പടക്കം പൊട്ടിക്കുന്നു, ചിലർ കമ്പിത്തിരി കത്തിക്കുന്നു, അവരോടൊപ്പം മുതിർന്നവരും. പെട്ടെന്നാണ് ആ സംഭവം ഉണ്ടായത്. നിമിഷങ്ങൾക്കുള്ളിൽ ജനങ്ങൾ പരിഭ്രാന്തരായി. 4 വശത്തേക്കും ഓടി. ദീനരോധനങ്ങളും അലർച്ചയും കൊണ്ട് ആ ഗ്രാമം പോലും വിറച്ചു തുള്ളി. രക്തത്തിന്റെ നിലയ്ക്കാത്ത പ്രവാഹം. വേദന കൊണ്ട് ആ പയ്യൻ അലറുന്നു. കണ്ടവർ പൊട്ടിക്കരഞ്ഞു. ഇരുട്ടിനെ ഭേദിച്ചുകൊണ്ട് ഒരു കാർ ചീറിപ്പാഞ്ഞു വന്നു. ആരൊക്കെയോ ചേർന്ന് ആ കുട്ടിയെ കാറിൽ കയറ്റി. മാവേലി മനൻ ആൾക്കൂട്ടത്തിലേക്ക് ഓടിക്കിതച്ച് കയറി. വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, ഇതാ ഇവന്റെ ഇടതു കൈയുടെ പകുതിയോളം തെറിച്ചുപോയി, തിരിപ്പടക്കം പൊട്ടി തെറിച്ചുപോയി. ഇവൻ കടയിൽ നിന്നും വിലയുയർന്ന തിരിപ്പടക്കം എടുത്തതാ, മോഷ്ടിച്ചെടുത്തതാ. ഇതായി എൻ്റെ ഇടതു കൈയുടെ പകുതിയോളം തെറിച്ചുപോയി, തിരിപ്പടക്കം പൊട്ടി തെറിച്ചുപോയി. ഇവൻ കടയിൽ നിന്നും വിലയുയർന്ന തിരിപ്പടക്കം എടുത്തതാ, മോഷ്ടിച്ചെടുത്തതാ. മഹാബലി കാരണം വികലാംഗനായി നീ മാറിയല്ലോടാ. മഹാബലി കാരണം വികലാംഗനായി നീ മാറിയല്ലോടാ. മുടിഞ്ഞ ഓണമല്ലേ ഇവനെ ഈ ഗതിയിലാക്കിയത്. മുടിഞ്ഞ ഓണമല്ലേ ഇവനെ ഈ ഗതിയിലാക്കിയത്. ഇതാ ഇവന്റെ ഇടതു കൈയുടെ പകുതിയോളം തെറിച്ചുപോയി, തിരിപ്പടക്കം പൊട്ടി തെറിച്ചുപോയി. ഇവൻ കടയിൽ നിന്നും വിലയുയർന്ന തിരിപ്പടക്കം എടുത്തതാ, പൊട്ടിച്ചെടുത്തതാ. ആ വാക്കുകൾ കേട്ട് അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. നിരാശ തളം കെട്ടിയ മനസ്സുമായി ഫുട്പാത്തിലൂടെ നടന്നു വരുമ്പോൾ മനസ്സ് മന്ത്രിച്ചു, ഈശ്വര, ആ പയ്യനെ രക്ഷിക്കണേ. അദ്ദേഹം സ്വയം ഓർത്തു, തന്റെ നാട്ടിൽ മുഴുവൻ അപകടങ്ങൾ. സാധുക്കളായ തന്റെ ജനങ്ങളെ ഭഗവാനെ രക്ഷിക്കില്ലേ? എല്ലാം കണ്ടും കേട്ടും എന്റെ മനസ്സ് തകരുന്നു. ഈശ്വര, ഇവരെ നീ പരീക്ഷിക്കുകയാണോ? യാത്രാക്ഷീണം മാറാൻ വേണ്ടി അടുത്ത കടയിൽ അദ്ദേഹം കയറിയിരുന്നു. അറിയാതെ ഉറങ്ങിപ്പോയി. മിനിറ്റുകൾ മണിക്കൂറുകളായി. മണിക്കൂറുകൾ പലത് കഴിഞ്ഞു. അവിചാരിതമായി ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നു. അദ്ദേഹം 4 വശത്തേക്ക് നോക്കി. അടുത്ത കടയിലിരുന്ന ഒരാൾ പത്രം വായിക്കുന്ന ശബ്ദം കേട്ടാണ് താൻ ഉണർന്നതെന്ന് മനസ്സിലായി. പത്രം വായിക്കുന്ന ആളിനോട് മാവേലി മന്നൻ ചോദിച്ച്, എവിടെയായി സംഭവം നടന്നത്? നീണ്ടകര. നീണ്ടകരയിൽ? നീണ്ടകരയ്ക്കടുത്ത് വ്യാജമദ്യം കഴിച്ച് 4-5 പേരോളം ചത്തു. ഓണമാഘോഷിക്കാൻ കൂടുതൽ മോന്തിയ 100 പേരന്ധന്മാരായി. കണ്ടോ കണ്ടോ ന്യൂസ് പേപ്പർ കണ്ടോ? നീണ്ടകരയ്ക്കടുത്ത് വ്യാജമദ്യം കഴിച്ച് 4-5 പേരോളം ചത്തു. ഓണമാഘോഷിക്കാൻ കൂടുതൽ മോന്തിയ 100 പേരന്ധന്മാരായി. കണ്ടോ കണ്ടോ ന്യൂസ് പേപ്പർ കണ്ടോ? സംഗ
സംഗതി വശക്കേടിലാണെന്നറിഞ്ഞപ്പോൾ ഷാപ്പിന്റെ ഓണർ വിളിച്ചു. സംഗതി വശക്കേടിലാണെന്നറിഞ്ഞപ്പോൾ ഷാപ്പിന്റെ ഓണർ വിളിച്ചു. നാട്ടുകാരെല്ലാരും സംഘടിച്ചുടനടി ജീവനക്കാർക്കിട്ടു തല്ലി. ജീവനക്കാർക്കിട്ടു തല്ലി. നീണ്ടകരയ്ക്കടുത്ത് വ്യാജമദ്യം കഴിച്ച് 4-5 പേരോളം ചത്തു. ഓണമാഘോഷിക്കാൻ കൂടുതൽ മോന്തി 100 പേരന്തന്മാരായി. കണ്ടോ കണ്ടോ ന്യൂസ് പേപ്പർ കണ്ടോ. മദ്യം കുടിച്ച് മരിച്ചവർക്കും അന്ധന്മാരായവർക്കും മാവേലി മനസ്സുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഈശ്വരനോട് പ്രാർത്ഥിച്ചു അദ്ദേഹം മടുത്തു. തൻ്റെ നാടിന് 7 ശനിയാണോ കണ്ടക ശനിയാണോ ഒരു പിടുത്തവുമില്ല. അദ്ദേഹം സ്വയം ഓർത്ത് തൻ്റെ ഭരണകാലത്ത് എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെയെല്ലാം പൂത്ത മരങ്ങൾ മാത്രമായിരുന്നു. ഇന്ന് എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെയെല്ലാം വഞ്ചനയുടെയും സ്വാർത്ഥതയുടെയും മുഖങ്ങൾ മാത്രമാണ്. ഇവിടെ ശാന്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്നാൽ അപകടമാണ്. ഏതെങ്കിലും ഗ്രാമത്തിൽ പോയി ശാന്തി വീണ്ടെടുക്കണം. അദ്ദേഹം മറ്റൊന്നും ആലോചിക്കാതെ അടുത്ത ഗ്രാമത്തിലേക്ക് നീങ്ങി. ആ ഗ്രാമത്തിലുള്ള ഒരു ജൗളിക്കടയിൽ അതിഭയങ്കരമായ ബഹളം. ജനങ്ങൾ ക്ഷുഭിതരായി തടിച്ചുകൂടി നിൽക്കുന്നു. മാവേലി അങ്ങോട്ട് ഓടിച്ചെന്നു. വിവരങ്ങൾ അന്വേഷിച്ച് 2 നാൾ മുൻപ് ആ കടയിൽ നിന്ന് ഓണക്കോടി വാങ്ങിയ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ആ കടക്കാരന്റെ കുത്തിനു പിടിച്ച് വെളിയിലേക്ക് ഇറക്കി. കടക്കാരൻ ഒറ്റയിലകപ്പെട്ട വരാലിനെ പോലെ വട്ടം കറങ്ങുകയാണ്. ഒരാൾ കടക്കാരനോട് ചോദിച്ചു, വിലയെടുക്കൂ വേഗം വേണം താ താ പഴങ്കോടി തുണി കാട്ടി ലേറ്റസ്റ്റ് തുണി എന്ന് പറഞ്ഞെന്നെ മയക്കിയ വീര, 1 മീറ്റർ എടുപ്പിച്ച വീര. പഴങ്കോടി തുണി കാട്ടി ലേറ്റസ്റ്റ് തുണി എന്ന് പറഞ്ഞെന്നെ മയക്കിയ വീര, 1 മീറ്റർ എടുപ്പിച്ച വീര. പിഞ്ചുന്ന തുണിയെന്ന് നനച്ചപ്പോൾ അറിഞ്ഞല്ലോ, തുണിയിലെ കളറെല്ലാം പോയി. കിഴിവിൽ ഞാൻ എടുത്തൊരു തുണിയാകെ കിഴിഞ്ഞല്ലോ, പണം വേഗം എടുക്കട കാല. വിലയെടുക്കൂ വേഗം വേണം താ താ. ഭഗവാനെ, പട പേടിച്ച് പന്തളത്തി എന്നപ്പോൾ പന്തം കൊളുത്തി പടയെന്ന് പണ്ട് പറഞ്ഞു കേട്ടിട്ടേയുള്ളൂ. ഇവിടെ സ്വൈര്യമില്ല. എന്തൊക്കെയായാലും ഗ്രാമത്തിൽ തന്നെ കാത്തിരിക്കുന്നവരെ നിരാശപ്പെടുത്താതെ എല്ലായിടത്തും കയറിയിറങ്ങാം. മാവേലി ധൃതിയിൽ പല വീടുകളിലും കയറി. പല സ്ഥലത്തു നിന്നും തണുപ്പൻ സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. നാട്ടുവഴിയിലേക്ക് ഇറങ്ങി വന്ന അദ്ദേഹം ആ കാഴ്ച കണ്ട് എവിടേക്ക് ഓടണമെന്നോർത്ത് തരിച്ചു നിന്നു. താൻ വന്നുപെട്ടത് ഒരു കടുവാ വളർത്തൽ കേന്ദ്രത്തിലാണോ എന്ന് അദ്ദേഹത്തിന് സംശയമായി. പിന്നെയാണ് മനസ്സിലായത് തന്നെ സ്വീകരിക്കാൻ ഗ്രാമവാസികൾ കടുവാകളിയുടെ അകമ്പടിയോടെ വരികയാണെന്ന്. അവരുടെ സ്വീകരണം ഏറ്റുവാങ്ങുവാൻ അഞ്ജലിബദ്ധനായി അദ്ദേഹം നിന്നു.
തന്നെ സ്വീകരിക്കാനല്ല, കടുവാകളിക്കാരുടെ ദേശീയ സമര പ്രചരണ ജാഥയാണ് ആ വരുന്നതെന്ന് രണ്ടുപേർ സംസാരിക്കുന്നത് കേട്ടപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. ഓടിവാ ഓടിവാ കണ്ടില്ലേ നഷ്ടമാ, ഓടിവാ ഓടിവാ കടുവാകളിയാണ്ടടാ, ഓടിവാ ഓടിവാ കണ്ടില്ലേ നഷ്ടമാ, ഓടിവാ ഓടിവാ നാട്ടാരുകൂടി ഒരുപാട് ചെറുമേലോട്ട് ചാടി അതുപോലെ, നാട്ടാരുകൂടി ഒരുപാട് ചെറുമേലോട്ട് ചാടി അതുപോലെ, തൂക്കുമായി വേറൊരാൾ ഓടുവാ ചാടുവാ കടുവാകളിയാണ്ടടാ, ഓടിവാ ഓടിവാ കണ്ടില്ലേ നഷ്ടമാ, ഓടിവാ ഓടിവാ കടുവാകളിയാണ്ടടാ, ഓടിവാ ഓടിവാ കണ്ടില്ലേ നഷ്ടമാ, ഓടിവാ ഓടിവാ. പതിവാണ് രാവിൽ വീടായ വീടൊക്കെ കയറുന്നു പണം വാങ്ങാൻ, കോഴ്സായി മാറ്റണം ദേശീയ കളിയാക്കാൻ സ്കൂൾ തോറും മാസ്റ്റർ വേണം, ഇത് ടിവിയിൽ കട്ടണം ആഴ്ചയിൽ 2 നാൾ ഈ കളി മൊത്തം, ശമ്പളം നൽകണം പെൻഷനും നൽകണം ഈ കളിക്കാർക്ക്, കളിയാക്കണം നിശ്ചയം മറ്റുള്ളൊരു കളി കാണണം, ഒരു കമ്മറ്റിയുടനെ കൂടണം, ഇന്ന് പെൻഷന്റെ കാര്യം അറിയണം, കടുവാകളിയാണ്ടടാ ഓടിവാ ഓടിവാ കണ്ടില്ലേ നഷ്ടമാ, ഓടിവാ ഓടിവാ കടുവാകളിയാണ്ടടാ, ഓടിവാ ഓടിവാ കണ്ടില്ലേ നഷ്ടമാ, ഓടിവാ ഓടിവാ. നാട്ടാര് കൂടി ഒരുപാട് ചിലർ മേലോട്ടു ചാടി അതുപോലെ, നാട്ടാര് കൂടി ഒരുപാട് ചിലർ മേലോട്ടു ചാടി അതുപോലെ, തൂക്കുമായി വേറൊരാൾ ഓടുവാ ചാടുവാ കടുവാകളിയാണ്ടടാ, ഓടിവാ ഓടിവാ കണ്ടില്ലേ നഷ്ടമാ, ഓടിവാ ഓടിവാ കടുവാകളിയാണ്ടടാ, ഓടിവാ ഓടിവാ കണ്ടില്ലേ നഷ്ടമാ, ഓടിവാ ഓടിവാ. ആ ജാഥ കടന്നു പോകുന്നവരെ മാവേലി വഴിവെക്കിൽ ഒതുങ്ങി നിന്നു. ഓരോ വീട്ടിലും കയറി ഇറങ്ങി നടക്കുന്ന മാവേലി നേരം സാന്ധ്യമായത് അറിഞ്ഞില്ല. തൊട്ടടുത്തുള്ള ഒരു വിശ്രമ സങ്കേതത്തിൽ രാത്രി കഴിച്ചു കൂട്ടാനായി അദ്ദേഹം കയറി. അവിടെ കിടക്കുമ്പോൾ പകലുണ്ടായ സംഭവങ്ങളെല്ലാം ഒരു സ്ക്രീനിൽ എന്ന പോലെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെളിഞ്ഞു. 10 ദിവസത്തെ സന്ദർശനം വേണ്ടെന്ന് വെച്ച് താൻ മടങ്ങിയാൽ തൻ്റെ പ്രജകൾ തന്നെപ്പറ്റി എന്ത് വിചാരിക്കും അദ്ദേഹം ചിന്തിച്ചു. പെട്ടെന്ന് അയൽപക്കത്തുണ്ടായ ശബ്ദം കേട്ട് അദ്ദേഹത്തിൻ്റെ ചിന്തയ്ക്ക് അന്ത്യം വന്നു. കാരണം എന്തെന്നറിയാൻ ആ വീട്ടിലേക്ക് ഓടിച്ചെന്നു. 10-12 വയസ്സുള്ള ഒരു പയ്യന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ഒരാൾ അലർന്നു. മുതുപാതിര നേരം നോക്കി മഴ മാറിയ തക്കം നോക്കി, മതിൽചാടി വീട്ടിൽ കയറിയ മോഷണ വീരാ, നിന്റെ പേരിൽ കേസ് കൊടുക്കും ഇന്ന് കട്ടായം, ഇന്നു കട്ടായം. മുതുപാതിര നേരം നോക്കി മഴ മാറിയ തക്കം നോക്കി, മതിൽചാടി വീട്ടിൽ കയറിയ മോഷണ വീരാ, നിന്റെ പേരിൽ കേസ് കൊടുക്കും ഇന്ന് കട്ടായം, ഇന്നു കട്ടായം. താലിമുല്ല മോഷ്ടിച്ചോ നീ താമര ഇതിൽ മോഷ്ടിച്ചോ, താലിമുല്ല മോഷ്ടിച്ചോ നീ താമര ഇതിൽ മോഷ്ടിച്ചോ, വിദേശ സങ്കര ഗ്രൂപ്പിൽ പെട്ടൊരു കൈതപ്പൂക്കൾ മോഷ്ടിച്ചോ, എന്നേക്കാൾ ഞാൻ പോറ്റി വളർത്തിയ തുളസിപ്പു മോഷ്ടിച്ചോ, ഇനി ഒന്നുകൂടെ കേറിയാൽ ഞാൻ ഇടി നൽകും.
മുതുപാതിര നേരം നോക്കി മഴ മാറിയതക്കം നോക്കി മതിൽ ചാടി വീട്ടിൽ കയറിയ മോഷണ വീര, നിന്റെ പേരിൽ കേസ് കൊടുക്കും ഇന്നു കട്ടായം. ഇന്നു കട്ടായം. മുതുപാതിര നേരം നോക്കി മഴ മാറിയതക്കം നോക്കി മതിൽ ചാടി വീട്ടിൽ കയറിയ മോഷണ വീര, നിന്റെ പേരിൽ കേസ് കൊടുക്കും ഇന്നു കട്ടായം. ഇന്നു കട്ടായം. ആ ദുഷ്ടന്റെ കയ്യിൽ നിന്നും നല്ലവരായ ചിലർ ആ പയ്യനെ രക്ഷിച്ചു. ഇതെല്ലാം കണ്ടും കേട്ടും മനനകർന്ന മാവേലി മാവിൽ ചാരി മ്ലാനവദനായി മുഖം കുനിച്ചു നിന്നു. വളരെയേറെ പ്രതീക്ഷകളോടെ നാട് കാണുവാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇതൊക്കെ കാണേണ്ടിയും കേൾക്കേണ്ടിയും വരുമെന്ന് സ്വപ്നത്തിൽ പോലും ഓർത്തില്ല. ഈ 10 ദിവസം എത്രയും പെട്ടെന്നൊന്ന് കഴിഞ്ഞാൽ മതി. പിറ്റേന്ന് പതിവ് പോലെ നാട് കാണുവാൻ ഇറങ്ങിത്തിരിച്ച അദ്ദേഹം ഒരു വീടിന്റെ ഗേറ്റ് കടന്നു ചെല്ലുമ്പോൾ ആ വീട്ടിലെ ഒരു സ്ത്രീ മറ്റൊരുവളോട് പറയുകയാണ്, പല വ്യഞ്ജനമൊന്നിനും വില കുറവില്ലടി മാർക്കറ്റിൽ ഞാൻ കേറി. ഉള്ളിക്കും മുളകിനും ഇന്നൊന്നര രൂപ കൂടി. പല വ്യഞ്ജനമൊന്നിനും വില കുറവില്ലടി മാർക്കറ്റിൽ ഞാൻ കേറി. ഉള്ളിക്കും മുളകിനും ഇന്നൊന്നര രൂപ കൂടി. വെജിറ്റബിളാണെങ്കിൽ തീവില, വെറുമൊരു നേത്രയ്ക്കാമൂന്നര. വെജിറ്റബിളാണെങ്കിൽ തീവില, വെറുമൊരു നേത്രയ്ക്കാമൂന്നര. ഡാവിലങ്ങ് വലിഞ്ഞു സുമതി, ഇനി നാമങ്ങനെ ഓണമുണ്ടിടും. പല വ്യഞ്ജനമൊന്നിനും വില കുറവില്ലടി മാർക്കറ്റിൽ ഞാൻ കേറി. ഉള്ളിക്കും മുളകിനും ഇന്നൊന്നര രൂപ കൂടി. പല വ്യഞ്ജനമൊന്നിനും വില കുറവില്ലടി മാർക്കറ്റിൽ ഞാൻ കേറി. ഉള്ളിക്കും മുളകിനും ഇന്നൊന്നര രൂപ കൂടി. തന്റെ പ്രജകൾ വിലക്കയറ്റത്താൽ വീർപ്പുമുട്ടി വിറ്റാമിനില്ലാതെ ഭക്ഷണം കഴിച്ച് വിളറിയ മുഖവുമായി വിഷമത്തോടെ നിൽക്കുന്നത് അദ്ദേഹം കണ്ടു. ഓണസദ്യ ഉണ്ണാൻ നല്ല കറികളില്ലാതെ വിഷമിക്കുന്ന ജനങ്ങളോട് അദ്ദേഹത്തിന് സഹതാപം തോന്നി. മറ്റൊരു കാര്യം അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. താൻ ഈ നാടൊക്കെ കറങ്ങിയിട്ടും ഒരു വീട്ടിലും കുട്ടികളെ പുറത്തെങ്ങും കണ്ടില്ല. അവരൊക്കെ മനഃപൂർവ്വം പുറത്തിറങ്ങാതിരിക്കുന്നതാണോ, അതോ ഈ നാട്ടിൽ കുട്ടികളില്ലേ? പെട്ടെന്ന് എതിരെ വന്ന 2 ബാലന്മാർ തമ്മിൽ സംസാരിക്കുന്ന അദ്ദേഹം കേട്ട് ആശ്ചര്യപ്പെട്ടു. ഇതുവരെയും TV കണ്ടു നിന്നതാണോ, ക്രിക്കറ്റ് കളി കണ്ടു നീ നിന്നതാണോ? കളി കഴിഞ്ഞോ, ക്രിക്കറ്റ് കളി കഴിഞ്ഞോ, ഇന്ത്യ ക്യാച്ചെടുത്തോ? ഇതുവരെയും TV കണ്ടു നിന്നതാണോ, ക്രിക്കറ്റ് കളി കണ്ടു നീ നിന്നതാണോ? കളി കഴിഞ്ഞോ, ക്രിക്കറ്റ് കളി കഴിഞ്ഞോ, ഇന്ത്യ ക്യാച്ചെടുത്തോ? ഇതുവരെയും TV കണ്ടു നിന്നതാണോ, നിന്നതാണോ? കപിൽ ദേവോ ബാറ്റ്സ്മാൻ, സുനിൽ പ്ലേയിങ് എങ്ങിന. കപിൽ ദേവോ ബാറ്റ്സ്മാൻ, സുനിൽ പ്ലേയിങ് എങ്ങിന. രവി ശാസ്ത്രി ഔട്ടായോ ചൊല്ലു നീ, ഇന്ത്യയുടെ സ്കോറിംഗിലോ ആയി നിൽക്കുക. 9 വിക്കറ്റും 300 റൺസുമായി ഇംഗ്ലണ്ട് ബാറ്റിംഗ് ചെയ്യുക. അവർ 2ാമത്തെ ഇന്നിംഗ്സിൽ നിൽക്കുക. ആ ആ ഇതുവരെയും TV കണ്ടു നിന്നതാണോ, ക്രിക്കറ്റ് കളി കണ്ടു നീ നിന്നതാണോ? കളി കഴിഞ്ഞോ,
ക്രിക്കറ്റ് കളി കഴിഞ്ഞോ, ഇന്ത്യ ക്യാച്ചെടുത്തോ, ഇതുവരെയും TV കണ്ടു നിന്നതാണോ? അപ്പോൾ അതാണ് കുട്ടികളെ പുറത്ത് കാണാതിരിക്കുന്നതിന്റെ കാരണം. എങ്കിലും അവർ പറഞ്ഞത് ഏത് കളിയുടെ കാര്യമാണ് അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഈ 1 ഡേ മാച്ചെന്നും 3 ഡേ മാച്ചെന്നും അദ്ദേഹം അവരോട് ചോദിച്ചു. മക്കളെ, ഈ പൊരിവെയിലത്ത് കുറ്റിക്കാല് നാട്ടി പന്തറിഞ്ഞ് കളിക്കുന്ന കളിയുടെ കാര്യമാണോ നിങ്ങൾ പറയുന്നത്? എൻ്റെ അപ്പാപ്പ, അത് കുറ്റിക്കാല് കളിയല്ല, അത് ക്രിക്കറ്റാ, ക്രിക്കറ്റ്. ഒരു ബാലൻ മാവേലിയോട് ചോദിച്ചു. അപ്പാപ്പൻ ഏതാ? ഇവിടെയെങ്ങും ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എടാ, എന്നെ അറിയത്തില്ലേ? ഞാനാണ് മാവേലി. മാവേലിയോ? അതാരാടാ ഈ മാവേലി? നമ്മുടെ മമ്മൂട്ടിയെ പോലെ വല്ല സൂപ്പർ സ്റ്റാറോ മറ്റോ ആണോ? ഭഗവാനെ, എൻ്റെ നാട്ടിലെ കുട്ടികൾക്ക് എന്നെ അറിയത്തില്ലെന്നോ? അതെങ്ങനെ എന്നെ കുട്ടികൾക്ക് അറിയും? മുതിർന്നവർ വേണ്ടേ പറഞ്ഞു കൊടുക്കാൻ? അവര് മറന്നു പോകും. പിന്നെ എങ്ങനെയാ കുട്ടികൾ മറക്കാതിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ ഉള്ളിൽ തേങ്ങി സങ്കടത്തോടെ നടന്നു. പുറകിൽ നിന്ന് കുട്ടികളിൽ ഒരാൾ പറയുന്നത് കേട്ടു. പിടികിട്ടാപ്പുള്ളിയായ സുകുമാരക്കുറുപ്പ് വല്ലവരും ആണോ? ദൈവമേ, ഈ പറയുന്ന കുറുപ്പിനെ ആയിരിക്കും 2 കൊല്ലം മുമ്പ് CBI പാതാളത്തിൽ തിരക്കി വന്നത്. എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ നിന്നും പോയില്ലെങ്കിൽ ഈ നശിച്ച നാട്ടുകാർ എന്നെ പിടികിട്ടാപ്പുള്ളി എന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചാലോ? വർദ്ധിച്ചു വരുന്ന ലോക്കപ്പ് മരണങ്ങളും മർദ്ദനത്തിന്റെ കഥകളും മീശ പറിച്ചതുമായ കാര്യങ്ങൾ പാതാളത്തിൽ വരെ പാട്ടായിരിക്കുകയാണ്. എന്തിനാണ് വെറുതെ അടിയിരിക്കുന്നിടത്ത് കൊണ്ട് ചേട് കാണിക്കുന്നത്? ഹൈസ്പീഡിൽ നട്ടുച്ച സമയത്ത് പൊടി പാറുന്ന പഞ്ചായത്ത് റോഡിലൂടെ പരവശനായി അദ്ദേഹം നടന്നു. തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ റേഡിയോയിലൂടെ വസ്ത്രങ്ങളുടെ പരസ്യം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു തരണീമണി വഞ്ചിപ്പാട്ട് മാതിരി അടുത്ത വീട്ടിലെ തൻ്റെ കൂട്ടുകാരിയോട് പറയുന്ന വാക്കുകൾ അദ്ദേഹം കേട്ടേ. അബുദാബിൽ നിന്നു വന്ന അളിയനും കൂട്ടിക്കൊണ്ട് ഒരു കാറിൽ അവറാച്ചൻ വീട്ടിലെത്തുന്നു. കുട്ടിമാളു ഒരുങ്ങടി, കുട്ടികളെ മോരിക്കേടി, അയലത്തെ ഞാനുവാദ പുറപ്പെടുന്നു. ഫോറിൻ സാരിയിൽ ഉടുത്തോടി 4 പേരെ കാണട്ടെന്ന്. വള്ളംകളി കണ്ടില്ലേലും സാരി കാണണം. മാച്ചു ചെയ്യും ബ്ലൗസും ഇല്ല, ചേട്ടൻ വാങ്ങി തന്നുമില്ല. പുറപ്പെടാൻ നേരം തന്റെ മാല കണ്ടില്ല. വാഷ് ചെയ്യാൻ കൊടുത്തോരു മഞ്ഞ സാരി ലഭിച്ചില്ല. അമ്മേലാണൽ പ്ലേറ്റു ചെയ്യാൻ കൊടുത്തുമില്ല. മിനിഞ്ഞത് നനച്ചിട്ട കാറ്റുകൊള്ളിട്ടുണക്കിയ തേച്ചുവച്ച പാൻറ്റും ഷർട്ടും എലികാരണ്ട്. ആ വാർത്ത കേട്ടപ്പോൾ അദ്ദേഹത്തിന് അടങ്ങാത്ത ആശ തോന്നി. മുൻപ് പലപ്പോഴും താൻ കാണാൻ ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷേ അന്നൊന്നും സമയക്കുറവ് മൂലം കാണുവാൻ സാധിച്ചില്ല. നാട്ടുകാരിൽ നിന്നും തനിച്ച് കിട്ടിയ അവഗണനയാൽ മനസ്സ് നൊന്തിരിക്കുന്ന ഈ സമയത്ത് വള്ളംകളി കണ്ടാൽ അല്പമെങ്കിലും സന്തോഷം ലഭിക്കുമെന്ന് മാവേലിക്ക് തോന്നി. മടങ്ങിപ്പോകാൻ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതിനു മുൻപ് തൻ്റെ ചിരകാലാഭിലാഷമായ വള്ളംകളി ഒന്ന് കാണാം. വള്ളംകളി നടക്കുന്ന കായലിനെ ലക്ഷ്യമാക്കി അദ്ദേഹം നടന്നു. ആ റോഡിലൂടെ ഒരിക്കൽ പോലും നടന്നിട്ടില്ലാത്ത മാവേലിക്ക് ആ യാത്ര ദുരിതപൂർണമായിരുന്നു. ഗട്ടറുകളിൽ വീഴാതെ ഒരു അഭ്യാസിയെപ്പോലെ അദ്ദേഹം ചാടി ചാടി നടന്നു. എതിരെ ചീറിപ്പാഞ്ഞു വന്ന ലോറിക്ക് സൈഡ് കൊടുക്കവേ ആഴമുള്ളൊരു കുഴിയിൽ കമിഴ്ന്നടിച്ച് വീണു. ആ വീഴ്ചയിൽ അദ്ദേഹത്തിന്റെ കാലുളുക്കി. ഇനി എന്ത് വന്നാലും പിന്നോട്ടില്ല എന്ന ഉറച്ച തീരുമാനത്തോടെ ഞൊണ്ടി കായൽ തീരത്തേക്ക് നടന്നു. അവിടുത്തെ ജനപ്രളയം കണ്ട് മാവേലി അന്തം വിട്ടു. കായലിൽ ഇരു സൈഡിലും അവർ തിങ്ങിക്കൂടി നിൽക്കുകയാണ്. അവരുടെ ഇടയിലൂടെ നുഴഞ്ഞു കയറുവാൻ മാവേലി ശ്രമിച്ചു. അപ്പോഴൊക്കെ ചിലർ അദ്ദേഹത്തെ പുറത്തേക്ക് ആഞ്ഞു തള്ളി. മനസ്സുമടുത്ത അദ്ദേഹം പിന്നെ ആ ഉദ്യമത്തിന് മുതിർന്നില്ല. കറങ്ങി നടന്ന് ഗാലറിയുടെ സമീപത്തെത്തിയ മാവേലിയെ ഒരു പോലീസുകാരൻ ഗാലറിയിലേക്ക് കയറ്റിവിട്ടു. കാലിൻ്റെ വേദന സഹിക്കാൻ വയ്യാതെ ആദ്യം കണ്ട സീറ്റിൽ തന്നെ അദ്ദേഹം ഇരുന്നു. പെട്ടെന്നൊരു സ്ത്രീ ശബ്ദം, താൻ പുറകിൽ പൊയ്ക്കോ,
മുതുകിളവ കുട ചൂടി വന്നവനെ താൻ വേഗം പോ ബൈക്കിൽ പോ പുരുഷന്റെ സീറ്റിലിരി താൻ പുറകിൽ പൊയ്ക്കോ മുതുകിളവ കുട ചൂടി വന്നവനെ താൻ വേഗം പോ ബാക്കിൽ പോ പുരുഷന്റെ സീറ്റിലിരി താൻ പുറകിൽ പൊയ്ക്കോ മുതുകിളവ കുട ചൂടി വന്നവനെ ഇരുന്നുറക്കം തൂങ്ങി എന്റെ മടിയിൽ വീഴാൻ തനിക്കെന്തു തന്റെ ഇടം ഹസ്ബൻഡ് അറിഞ്ഞു പോയാൽ തന്റെ തല കളയും അങ്ങേരാള് നേതാവാ തന്റെ തല തരച്ചു കവിൾ കുഴിഞ്ഞു പാഷൻ ലേശമില്ലാതാ താൻ മാറിപ്പോ ബാക്കിൽ പോ പുരുഷന്റെ സീറ്റിലിരി താൻ പുറകിൽ പൊയ്ക്കോ മുതുകിളവ കുട ചൂടി വന്നവനേ. തൻ്റെ മകളുടെ മകളാകാൻ മാത്രം പ്രായമുള്ള ആ പെൺകുട്ടി തൻ്റെ മുഖത്ത് നോക്കി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ 1000 വാമനന്മാർ ഒരുമിച്ച് തൻ്റെ തലയിൽ ചവിട്ടുന്ന പോലെ അദ്ദേഹത്തിന് തോന്നി. പാതാളത്തിൽ നിന്നും താൻ വരുമ്പോൾ മനസ്സ് നിറയെ എന്തെന്ത് പ്രതീക്ഷകളായിരുന്നു. എല്ലാം തകർന്നു. ഞാൻ ഭരിച്ച നാടാണോ ഇത്? അല്ല അല്ല, ഈ നാടല്ല. വഞ്ചനയും ചതിയും ഈ നാടിന്റെ മുഖമുദ്രയായിരിക്കുന്നു. എന്റെ നാട്ടിൽ കള്ളവും ചതിയും പൊളിവചനങ്ങളും ഇല്ലെന്ന് എത്ര പേരോട് ഞാൻ ആണയിട്ട് പറഞ്ഞിരിക്കുന്നു. എല്ലാം വെറുന്നുണ. ഇല്ല, ഈ നാട്ടിൽ ഞാനില്ല, ഈ നാട്ടിൽ ഞാനില്ല. വയ്യ, ഞാൻ പോകുന്നു, ഞാൻ പോകുന്നു. എന്നെ മറന്നു, ഓണം മറന്നു, എങ്കിലും എൻ്റെ മക്കളെ കണ്ടുമടുത്തേ നെഞ്ചും തകർന്നേ പോകുന്നു, ടാറ്റ പോകുന്നു. എന്നെ മറന്നു, ഓണം മറന്നു, എങ്കിലും എൻ്റെ മക്കളെ കണ്ടുമടുത്തേ നെഞ്ചും തകർന്നേ പോകുന്നു, ടാറ്റ പോകുന്നു. നാട്ടിൽ സ്വസ്ഥതയില്ലാതായി ഉള്ള സ്വൈര്യമോ നശിച്ചു. ഉള്ളവർ ചില പേർ ദാനധർമ്മങ്ങൾ മറന്നു. അറിഞ്ഞേ ഞാൻ എന്നെ മറന്നു, ഓണം മറന്നു, എങ്കിലും എൻ്റെ മക്കളെ കണ്ടുമടുത്തേ നെഞ്ചും തകർന്നേ പോകുന്നു, ടാറ്റ പോകുന്നു. കാശുള്ളൊരു ബാങ്കിൽ പൂഴ്ത്തിവെക്കും നിന്നും മറ്റുള്ളവരെല്ലാം പട്ടിണിയിൽ കാണൂ. രോഗം വന്നാൽ നാട്ടിൽ വ്യാജ ഡോക്ടറേറെ. ഡിഗ്രിയുള്ളവരെല്ലാം മറ്റു രാജ്യത്താണ്. സത്യം മരിച്ചു, ധർമ്മം മരിച്ചു, വഞ്ചന ഫുൾ വഞ്ചന. കൂട്ടിക്കൊളുത്തും കുതികാലുവെട്ടും കൂടുന്നു, നാട്ടിൽ കൂടുന്നു. എല്ലാം മതിയായി എനിക്ക്, ഇനി വരില്ല തിരിച്ച്. ടാറ്റ. എന്നെ മറന്നു, ഓണം മറന്നു, എങ്കിലും എൻ്റെ മക്കളെ കണ്ടുമടുത്തേ നെഞ്ചു തകർന്നേ പോകുന്നു, ടാറ്റ പോകുന്നു. നാട്ടിൽ സ്വസ്ഥതയില്ലാതായി ഉള്ള സ്വൈര്യമോ നശിച്ചു. ഉള്ള
ഉള്ളവർ ചില പേർ ദാനധർമ്മങ്ങൾ മറന്നു അറിഞ്ഞേ ഞാൻ. എന്നെ മറന്നു, ഓണം മറന്നു, എങ്കിലും എൻ്റെ മക്കളെ കണ്ടുമടുത്തേ നെഞ്ചു തകർന്ന് പോകുന്നു, ടാറ്റ പോകുന്നു. എന്നെ മറന്നു, ഓണം മറന്നു, എങ്കിലും എൻ്റെ മക്കളെ